സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെറ്റ് വ്ളോഗ്സ്. യെസ്, അപ്പം സെറ്റ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാർദവമായ സ്വാഗതം. അങ്ങനെ ഗൈസ്, നമ്മുടെ 2024 ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ജനുവരി 1 ആയിട്ടുണ്ട്. ഇന്നലെ ന്യൂ ഇയറിന് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളടുത്ത് പറയാൻ പോണത്. അപ്പം വൺസ് അഗെയിൻ പുതിയതായിട്ട് 2024 വെൽക്കം ബാക്ക് ടു സെറ്റ് വ്ളോഗ്സ്. യെസ് ഗൈസ്, അപ്പം നമ്മുടെ 2024 വരുമ്പോഴുള്ള പുതിയ വിശേഷങ്ങളെന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, നമ്മളൊരു പുതിയ ഫോൺ എടുത്ത് ഗൈസ്. ഏത് ഫോണാണ് എടുത്തതെന്ന് ചോദിച്ചാൽ സാംസങ് ഗാലക്സി S23 അൾട്ര അല്ല, S23 FE ആണ് എടുത്തേക്കുന്നത്, ഫാൻ എഡിഷൻ. നമ്മുടെ കയ്യിലിരുന്ന M51 അകാലത്തിൽ പൊലിഞ്ഞത് കാരണമാണ് നമ്മളിപ്പോൾ പുതിയൊരു ഫോൺ എടുത്തത്. സത്യം പറഞ്ഞാൽ ഞാൻ സാംസങ് S23 എടുക്കാൻ പോയതൊന്നുമല്ല, സാഹചര്യവശാൽ എനിക്ക് എടുക്കേണ്ടി വന്നതാണ്. അവിടെ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് S സീരീസ് കിടിലോണെന്ന് പറഞ്ഞുകൊണ്ടാണ് S23 നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഫോൺ ഞാൻ എടുത്തത്. S23 FE സംഭവം കൊള്ളാം. ഞാനിപ്പോൾ ഒരു 5-6 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നത് ഇടിവെട്ട് ഫോണാണ് ഗൈസ്, സൂപ്പർ ഫോൺ. അപ്പം ന്യൂ ഇയർ ആയിട്ട് എനിക്കൊരു പുതിയ ആളും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ സാംസങ് ഗാലക്സി S23 FE. നമ്മുടെ കൂട്ടത്തിൽ എന്തോ വന്നാൽ നമ്മളതൊരു അംഗത്തെ കണക്കാണല്ലോ കാണുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഇന്നലെ ഞങ്ങൾ വർക്കല പോയിരുന്നല്ല. വർക്കല അത്യാവശ്യം നല്ലൊരു ന്യൂ ഇയർ പാർട്ടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ശിവഗിരി ഉത്സവം ആയിരുന്നല്ല, ശിവഗിരി ഉത്സവത്തിന് പോയി. അവിടെ നിന്ന് നേരെ വർക്കല. ശിവഗിരി ഉത്സവത്തിന് വന്നിട്ട് അകത്തോട്ടൊന്നും കയറ്റി വിടില്ല, ഭയങ്കര തിരക്കായിരുന്നു. ആകെ അവിടെ ചെന്ന് കണ്ട് നവ്യ നായരുടെ കുറച്ച് ഡാൻസ് മാത്രം കണ്ട് ഗൈസ്. അങ്ങനെ അതും കണ്ടിട്ട് ഞങ്ങൾ നേരെ ക്ലിഫിൽ പോയി. അപ്പം നമ്മൾ ശിവഗിരി പോയ കാഴ്ച നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ഗൈസ്, ഇവിടെ ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ. ഇവിടെ നല്ല നട്സൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അതെവിടെയാന്ന് വെച്ചാൽ അതൊന്ന് പോയി കണ്ടിട്ട് വരാം. കണ്ട അങ്ങനെ കഴിച്ച് നമ്മൾ ശിവഗിരിയിലൊക്കെ പോയി കുറേയൊക്കെ കറങ്ങി നടന്നു. അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്നുമില്ലായിരുന്നു, അകത്തോട്ടൊന്നും കയറ്റി വിടുന്നില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് നവ്യനാരെ ഡാൻസ് ഒരു 1-2 സെക്കൻഡ് അവിടെ നിന്ന് കണ്ട്, പിന്നെ സ്ക്രീനിലും കണ്ട്. പിന്നെ നമ്മുടെ 1-2 ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടായിരുന്നു. അവർക്കാർക്കും ബ്ലോഗിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ബോറടിച്ചപ്പോൾ നേരെ നമ്മൾ പോയത് വർക്കല ക്ലിഫ്. ഓസമായിരുന്നു ഗൈസ്, ഓസം എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. അപ്പം ഞാനും കുക്കും മാത്രമേ സ്ഥലത്തുള്ളായിരുന്നു. നമ്മുടെ നിമേഷും ഗോവിന്ദും വിഷ്ണു എല്ലാവരും കൂടെ എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിൽ മറ്റേ കാർണിവൽ ആഘോഷിക്കാൻ പോയിരുന്നു. അപ്പോൾ ഞാനും കുക്കും മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു. കാര്യം എനിക്ക് പോകാൻ പറ്റില്ല, നമുക്ക് വണ്ടിക്ക് കുറച്ച് ഓട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, വെള്ളം ഡെലിവറി ഉണ്ടായിരുന്നു, പിന്നെ അമ്മ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണം. അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് മാറിയിരിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ ഞാനും കുക്കും കൂടെ വർക്കല പോയി അടിച്ച് പൊളിച്ച്. നമ്മൾ പോയ വഴിക്ക് നമ്മുടെ മറ്റേ യൂട്യൂബർ വാഗാബോണ്ടൻ ടീമുണ്ടല്ലോ, സെലക്സ് അദ്വൈത്, അവരെയൊക്കെ കണ്ട്, ആഷിറിനെ കണ്ട്. അതൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, കാര്യം നല്ല അമ്മാതിരി ഡാൻസിൻ്റെ ഇടയ്ക്കാണ് ഇവരെല്ലാം കണ്ടത്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു തീർക്കിപ്പിന്നില്ല, നിങ്ങൾ പോയി വർക്കലത്തെ കാഴ്ചകൾ കണ്ടിട്ട് പോ.
ആ കിടക്കുന്ന സാധനം എന്നറിയോ, ഹൈലക്സ് ഫുള്ള് മോഡിഫൈ ചെയ്ത് വിഷയ സാധനമാണ് വരുന്നത്. അടുത്തോട്ട് വരികയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചാൽ പോളി മോനെ ഇടിവിട്ട് സാധനം കയറിയോ. ഗൈസ് അങ്ങനെ ഞങ്ങളുടെ താണ്ട ന്യൂ ഇയർ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുക്കു വീട്ടിൽ പോകണം. കുക്കു ഹാപ്പി ന്യൂ ഇയർടാ ചേട്ടാ. അങ്ങനെ ആ ബ്ലോക്കിലും പെട്ട് ഒരുവിധം ഞാൻ വീടെത്തിയപ്പം സമയം ഏകദേശം 2:30-3 മണി. 12:10 ഞങ്ങൾ വർക്കലയിൽ നിറങ്ങി ഞങ്ങൾ വീടെത്തിയപ്പം 2:30-3 മണി. അമ്മാതിരി ബ്ലോക്കായിരുന്നു. ബ്ലോക്കെന്ന് വെച്ചാൽ 500 ബ്ലോക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കണ്ടില്ലേ മറ്റേ ഹൈലക്സ്, അത് വിഷയം വണ്ടിയായിരുന്നു കേട്ടോ. ഹൈലക്സ് കൊണ്ട് ഇട്ട് അതിൻ്റെ കുറേ ബ്ലോക്ക്, പിന്നെ ഇറങ്ങി വന്നപ്പോൾ റെയിൽവേ ക്രോസിൻ്റെ ബ്ലോക്ക്, മൊത്തത്തിൽ ബ്ലോക്കായി പ്രാന്തായാണ് വീട്ടിൽ വന്നത് ഗൈസ്. എന്തായാലും ഞങ്ങൾ ഈ ന്യൂ ഇയർ ചെറുതായിട്ടൊന്ന് അടിച്ച് പൊളിച്ച് വൈബാക്കിയിട്ടുണ്ട്. അത് ഡാൻസ് കളിച്ചും പാട്ട് പാടിയും എൻ്റെ ക്ലിഫിൽ കൂടെയൊക്കെ നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗോവ വൈബായിരുന്നു വർക്കല. നൈസായിട്ട് നമ്മൾ ഗോവയിലൊക്കെ എപ്പോഴും കാണുന്ന വൈബ് ഇവിടെ ആഘോഷങ്ങൾ വരെ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ വൈബായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും ഞാനും കുക്കും ഇവിടെ അർമാദിച്ച് ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടാണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ജാക്കി ഡേ ഇങ്ങോട്ട് നോക്കിയാണ് ഇതുണ്ട്. ജാക്കി ഹാപ്പി ന്യൂ ഇയർ. ഓ എവിടെയാണ്ടൊക്കെ പോയി മണ്ണൊക്കെ പറ്റിച്ചുകൊണ്ടോ നിൽക്കുകയാണ്. ഡാ നോക്കണം അവിടെ ഹാപ്പി ന്യൂ ഇയർ. അവൻ എന്ത് ഹാപ്പി ന്യൂ ഇയർ ചെറുക്കന്. ഇപ്പം കണ്ട ഞാൻ എണീച്ചപ്പോൾ കണ്ട ചെറുക്കനിപ്പം 5-6 വയസ്സായിട്ടുണ്ട്. പക്ഷേ പ്രായത്തിൻ്റേതായ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറുക്കൻ വൈബാണ് ഗൈസ്. നമ്മുടെ റെഡ് ബി ഇവിടെ തന്നെ അടപ്പുണ്ട്. നമ്മുടെ സ്റ്റിക്കറൊക്കെ അടിച്ച് റെഡ് ബി ഇവിടെ തന്നെ അടപ്പുണ്ട്. ചെറുക്കനിപ്പം അങ്ങനെ എടുക്കാറില്ല. നമ്മൾ യൂഷ്വലി ഇപ്പം ഫുള്ള് കറക്കങ്ങൾ നമ്മുടെ പിക്കപ്പിലാണ്. അതിന് നമ്മൾ പുതിയ എഡിഷൻ നെയിമൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൊടുക്കാനുള്ള വെള്ളവും കാര്യങ്ങളും ഇപ്പോൾ വീട്ടിൻ്റെ അകത്ത് തന്നെ ഫുള്ള് വെള്ളവും കാര്യങ്ങളും ഇല്ല. കണ്ട ചെറുക്കൻ്റെ എഡിഷൻ നെയിം കണ്ട കാസാഡോർ CASADO ആണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വേട്ടക്കാരൻ എന്നെന്തോ സംതിങ് ആണ്. നമ്മളിപ്പോൾ 2 ദിവസമായാലും ഇവന് എഡിഷൻ നെയിമൊക്കെ ഇട്ടിട്ട് മറ്റേ എഡിഷൻ നെയിമൊക്കെ മാറ്റി നമ്മളിപ്പോൾ എഡിഷൻ നെയിമൊക്കെ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. ചെറുക്കൻ കുറേ പുതിയ അപ്ഡേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഒന്നും വ്ളോഗ് എടുത്തിട്ടില്ല. വ്ളോഗ് എടുക്കാനുള്ള സമയം കിട്ടാറില്ല പൊതുവേ. ടയറൊന്നും ആരും പുതിയതൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ചെറുക്കനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരുവാണ്. ഇപ്പോൾ എഡിഷൻ നെയിമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വച്ചാൽ വരെ നമ്മുടെ 2024 എന്ന പുതിയ വർഷം പുതിയ ദിവസം, അതും പുതിയതായിട്ട് തുടങ്ങുന്നത് ഒരു തിങ്കളാഴ്ച തന്നെയാണ്. അപ്പം എല്ലാവർക്കും പുതിയ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. 2024 ഒരുപാട് പേർക്ക് സക്സസ് ആവണമെന്ന് ആഗ്രഹം കാണും. ഒരുപാട് പേര് വിചാരിച്ച കാര്യങ്ങളിലൊക്കെ എത്തിച്ചേരണമെന്ന് ആഗ്രഹം കാണും. ഒരുപാട് പേർക്ക് പുതിയ സംഭവങ്ങൾ തുടങ്ങാൻ താല്പര്യം കാണും. എന്തായാലും എങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാം സാധിക്കട്ടെ. അവരുടെ ആഗ്രഹം പോലെ തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. എനിക്കുണ്ട് ഒരു 100 ആഗ്രഹങ്ങളും ആശകളും. അതെല്ലാം നിറവേറാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വീഡിയോ കാണുന്നവർക്കും നമ്മുടെ റിലേറ്റീവ്സിനും നമ്മുടെ ഫ്രണ്ട്സിനും എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ വെറുക്കുന്നവർക്കും ഓഫ് കോഴ്സ് മനുഷ്യരായി കഴിഞ്ഞാൽ സ്നേഹിക്കുന്നവരും കാണും വെറുക്കുന്നവരും കാണും. എന്നെ വെറുക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ഞാൻ നേരുന്നു. പക്ഷേ ഒരു ദിവസം ലേറ്റായി പോയെന്നുള്ളൂ. കുഴപ്പമില്ല, എന്നാലും ഇരിക്കട്ടെ, നിങ്ങൾ വെച്ചോ, എനിക്ക് സങ്കടമൊന്നുമില്ല. ഹാപ്പി ന്യൂ ഇയർ ഞാൻ നേരുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ ലൈഫ് ഇങ്ങനെ അപ്ഡേറ്റായി പോകുന്നതനുസരിച്ച് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ വർഷവും നമ്മുടെ ലൈഫിൽ നിന്ന് ഓരോരുത്തരായിട്ട് എന്നുവെച്ചാൽ കുറച്ച് പേര് മാറും, കുറച്ച് പേര് പുതിയ ആൾക്കാർ വരും. അങ്ങനെ എനിക്കും ഈ വർഷം ഒരുപാട് പേര് ലൈഫിൽ നിന്ന് പോയിട്ടുണ്ട്, ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്തൊക്കെ ആയാലും അത്രയേ ഉള്ളൂ. അപ്പം ഹാപ്പി ന്യൂ ഇയർ, വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. 2024 പ്രതീക്ഷ കണക്കെ നടക്കട്ടെ. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ കിരൺ ഫ്രം സെറ്റ് വ്ലോഗ്സ്. ടാറ്റ ബൈ ബൈ. അപ്പോൾ ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട, എല്ലാവരും ഓരോരുടെ ഡ്രീമിൽ ഫോക്കസ് ചെയ്യുക. എന്തായാലും 2024 നിങ്ങൾക്കുള്ള വർഷമായിരിക്കും. അടിച്ച് പൊളിച്ചിട്ട് വാ. അപ്പം ബൈ ബൈ, സി യു, ടാറ്റ. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.